പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ ഈ രണ്ടാം വർഷത്തിലെ ആദ്യ 2 ചാപ്റ്ററുകൾ നമ്മളിവിടെ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഒന്നാമത്തെ യൂണിറ്റ് ഹാർവസ്റ്റിങ്ങും പോസ്റ്റ് ഹാർവസ്റ്റിംഗ് ടെക്നോളജി ആയിരുന്നു. അതിനുശേഷം രണ്ടാമത്തെ യൂണിറ്റ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് സർട്ടിഫിക്കേഷൻ ഇൻ ഓർഗാനിക് ഫാമിംഗ് ആണ്. ഈ 2 ചാപ്റ്ററുകൾ നമ്മളിവിടെ പൂർത്തീകരിച്ചിരിക്കുകയാണ്. അടുത്തതായിട്ട് നമുക്ക് മൂന്നാമത്തെ ചാപ്റ്ററിലേക്കാണ് പോകുന്നത്. മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേര് തന്നെ മാർക്കറ്റിംഗ് ഓഫ് ഓർഗാനിക് പ്രൊഡ്യൂസ് എന്നാണ്. ഈ ചാപ്റ്ററിലെ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് ബിസിനസ് ആണ്. അതിലേക്ക് പോകുന്ന മുമ്പ് നമുക്ക് എന്താണ് ബിസിനസ് എന്ന് നോക്കാം. ബിസിനസ് എന്ന് പറയുന്നത് എന്താണ്? കച്ചവടം. എന്താണ് കച്ചവടം അല്ലെങ്കിൽ എന്താണ് ബിസിനസ്? എന്തെങ്കിലും ചരക്കുകൾ അല്ലെങ്കിൽ നമുക്കുള്ള സാധനങ്ങൾ നമ്മളത് മേടിക്കുകയോ വിൽക്കുകയോ അല്ലെങ്കിൽ അത് ഉൽപ്പാദിപ്പിക്കുകയോ അതിൻ്റെ സേവനങ്ങൾ ചെയ്ത് ലാഭമുണ്ടാക്കുന്ന ഒരു പരിപാടിയാണ് ബിസിനസ്. എന്നാൽ നമ്മളിവിടെ പഠിക്കുന്നത് ബിസിനസ് ഓർഗനൈസേഷൻ ഏതൊക്കെ തരങ്ങൾ എന്നാണ്. ആ ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഈ സംഘടന, ഈ ബിസിനസ് നടത്തുന്നതിനുള്ള ഒരു സംഘടനയാണ്. ഒരു കൃത്യമായ ഘടനയുണ്ടാവും, കൃത്യമായ ലക്ഷ്യങ്ങളുണ്ടാവും. അപ്പോൾ ആ ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ബിസിനസ് സംഘടന എന്ന് പറയുന്നത് എത്ര തരങ്ങൾ ഉണ്ട് എന്നാണ് നമ്മൾ ഈ മൂന്നാമത്തെ ചാപ്റ്ററിലെ ആദ്യത്തെ ഭാഗത്ത് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി കാണും ബിസിനസ് എന്താണെന്നുള്ളതും ബിസിനസ് ഓർഗനൈസേഷൻ്റെ വ്യത്യാസവും മനസ്സിലായി കാണും. ബിസിനസ്സിൻ്റെയും ബിസിനസ് ഓർഗനൈസേഷൻ്റെയും ഡെഫിനേഷനുകൾ നമ്മൾ മുകളിൽ കാണിച്ചിട്ടുണ്ട്. അത് നമ്മൾ വ്യക്തമായിട്ടൊന്ന് വായിച്ചു നോക്കിയാൽ കുറച്ചുകൂടി ഐഡിയ കിട്ടുന്നതാണ്. ഇനി ഞാൻ അടുത്തായിട്ടൊരു പടം കാണിക്കാം. ആ പടത്തിൽ കുറച്ചുകൂടെയും എന്താണ് ബിസിനസ് എന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. നമുക്ക് ലഭ്യമായിട്ടുള്ള യൂട്ടിലിറ്റീസ് എല്ലാം ഉപയോഗിച്ച് മാനുഫാക്ചറിങ്ങോ കൃഷിയിലോ മൈനിങ്ങിലോ അല്ലെങ്കിൽ പിന്നെ ബാക്കി സർവീസസിലോ റീറ്റെയിലേഴ്സിലോ അങ്ങനെ എല്ലാ തരത്തിലും ഈ പറയുന്ന കച്ചവടം ചെയ്യുന്നതിനെയാണ് പറഞ്ഞ ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ ബിസിനസ്സും ബിസിനസ് ഓർഗനൈസേഷനും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. അടുത്തതായിട്ട് ഇപ്പോൾ ഈ പടത്തിൽ നമുക്ക് കാണാം ടൈപ്സ്. 3 ടൈപ്പാണ് കാണിച്ചിരിക്കുന്നത്. ആ 3 രീതികൾ, മെയിനായിട്ട് 3 രീതികളാണ് ശരിക്കും പറഞ്ഞാൽ ബിസിനസ് ഓർഗനൈസേഷൻ ഉള്ളത്. 1 പ്രൊപ്പറേറ്റർഷിപ്പ്, 2 പാർട്ട്ണർഷിപ്പ്, 3 കോർപ്പറേഷൻ. നമുക്കത് വ്യക്തമായിട്ട് ആ പടത്തിൽ വ്യക്തമാകും 3 തരം എന്നുള്ളത്. എന്നാൽ നമുക്ക് അടുത്ത് വേറൊരു പടം നോക്കാം. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ആളുകൾ. ഇപ്പോൾ നമ്മൾ 3 പടത്തിൽ, ഇപ്പോൾ രണ്ടാമത്തെ പടത്തിൽ കണ്ടിട്ടുണ്ടാവും ഒരിടത്ത് ഒരാളുള്ളൂ, ഒരിടത്ത് 2 പേരുണ്ട്, ഒരിടത്ത് 3-4 പേരുണ്ട്, അതിൽ കൂടുതൽ 3-5 അതുണ്ട്. അപ്പോൾ ആ ആളുകളുടെ അടിസ്ഥാനത്തിലും നമുക്ക് വേണമെങ്കിൽ ഈ ബിസിനസ് ഓർഗനൈസേഷനെ 4ആയി പറയാം. 1 സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, 2 പാർട്ട്ണർഷിപ്പ്, 3 കോർപ്പറേഷൻ, 4 കോർപ്പറേഷൻ. ഇനി ശരിക്കും നമുക്ക് ഇത് വിശദമായിട്ടൊന്ന് ഓടിച്ചു പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഒന്ന് ഓർക്കുക, പ്രധാനമായിട്ടും 3 പറയാറുള്ളത്. പക്ഷേ നമ്മുടെ ഫോംസ് ഓഫ് ഓർഗനൈസേഷനിൽ ആളുകൾ നമ്മളിപ്പോൾ എളുപ്പത്തിൽ ഓർക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഒരാളുകളുടെ എണ്ണം വെച്ച് നോക്കുകയാണെങ്കിൽ 4 തരം എന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ 7 തരം ബിസിനസ്സാണ് നമുക്ക് ഈ ഭാഗത്ത് പഠിക്കാനുള്ളത്. അടുത്തതായിട്ട് നമുക്ക് ആ ടൈപ്സ് ഓഫ് ബിസിനസ്സിലേക്ക് ഒന്ന് കിടക്കാം. നമ്മൾ ഈ ചിത്രം ശ്രദ്ധിച്ചാൽ നമുക്കറിയാൻ പറ്റും 7 തരങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്. 1 സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, 2 പാർട്ട്ണർഷിപ്പ്, 3 ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പ്, 4 കോർപ്പറേഷൻ, 5 ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി, 6 കോപ്പറേറ്റീവ്സ്, 7 നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ഇത്രയുമാണ് 7 തരം ബിസിനസ് ഓർഗനൈസേഷൻ. അതായത് ഈ ബിസിനസ് ചെയ്യുന്നതിനുള്ള സംഘടനകളെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ്, ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പ്, ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി, കോർപ്പറേഷൻ, കോപ്പറേറ്റീവ്സ്, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ഇത്രയുമാണ് നമുക്ക് പറയാനുള്ളത്. ഇതെന്താണെന്നുള്ളതും ഇതിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നുള്ളതും ഇതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസാണ് നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ളത്. ആദ്യമായിട്ട് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്കതിൽ തന്നെ പേരിൽ വ്യക്തമാണ്. നമ്മൾ പല സിനിമ നോട്ടീസ് കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ സിനിമ ഹോൾ കണ്ടിട്ടുണ്ടാവും, പല സിനിമകളിൽ കണ്ടിട്ടുണ്ടാവും, പല നോട്ടീസുകൾ കണ്ടിട്ടുണ്ടാവും.
അപ്പോൾ അതിനകത്തൊക്കെ സിനിമയുടെ താഴെ അല്ലെങ്കിൽ നോട്ടീസിൻ്റെ താഴെയൊക്കെ പ്രൊപ്പറേറ്റർ എന്ന് കണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ പണ്ട് കണ്ട സിനിമകൾ ആലോചിച്ച് നോക്കിയാൽ അറിയാം, ഇത് പ്രൊപ്പറേറ്റർ എന്ന് എഴുതിയിട്ടുണ്ടാവും. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ നടത്തിപ്പുകാരൻ എന്നുള്ളൊരർത്ഥമാണല്ലോ. അപ്പോൾ അതേ അർത്ഥം തന്നെ ഇവിടെ വരുന്നത് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്നുണ്ടെങ്കിൽ ഒരേ ഒരാൾ, അതേ ഒരു അർത്ഥമാണ് അവിടെ വരുന്നുള്ളൂ. അപ്പോൾ ആദ്യത്തെ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്നുണ്ടെങ്കിൽ ഒരേ ആൾ തന്നെ, അതായത് ഒരു ഇൻഡിവിജ്വൽ പേഴ്സൺ മാത്രം സ്വന്തമായിട്ട് നടത്തുന്ന ഒരു ബിസിനസ്സാണ് ഇതിന് ഇൻകം ടാക്സോ അല്ലെങ്കിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു പ്രൊസീജിയറാണ്, നിയമ തടസ്സങ്ങളോ ഒന്നുമേ ഇല്ല. ഇങ്ങനെയൊക്കെ വരുന്ന ഒന്നാണ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്. അടുത്ത് നമ്മൾ ഡെഫിനിഷൻ നോക്കി അറിയാൻ പറ്റും എന്താണെന്നുള്ളത്. സിംഗിളായിട്ടുള്ള ആൾ, സിംഗിളായിട്ട് ഓണറായിട്ടുള്ള ഒരാൾ, ഇൻകമോ അല്ലെങ്കിൽ ലോൺ നഷ്ടമോ ലാഭമോ എന്തു വന്നാലും സ്വന്തം അയാൾ തന്നെ അനുഭവിക്കണം. ടാക്സിൻ്റെ പ്രശ്നങ്ങൾ വന്നാൽ അയാൾ നോക്കണം. പിന്നെ ലീഗൽ നിയമ നടപടികൾക്കൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒന്നാണ് അത്. അടുത്ത് നമ്മൾ അതെന്താണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇതേ അർത്ഥം തന്നെയാണ് നമ്മുടെ ഫീച്ചേഴ്സിൽ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നത്. സിംഗിൾ ഇൻഡിവിജ്വൽ കൈകാര്യം ചെയ്യുന്നു, സിംഗിളായിട്ട് ഓണർ നോക്കുന്നു, ഇൻകം ടാക്സിൻ്റെ കാര്യം സിമ്പിൾ പ്രൊസീജിയറാണ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും സെയിം ആ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്ന അതേ ഇതൊക്കെ തന്നെയാണ് ഫീച്ചേഴ്സിൽ വരുന്നത്. ഇത്രയുമാണ് നമ്മൾ ആ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് നമുക്ക് അഡ്വാൻറ്റേജ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജിലേക്ക് വരികയാണ്. അപ്പോൾ സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൻ്റെ അഡ്വാൻറ്റേജിലേക്ക് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം. ആദ്യത്തെ പോയി നോക്കി അറിയാം, ഈസി ആൻഡ് ഇൻഎക്സ്പെൻസീവ് ടു ഫോം, അതായത് നമുക്ക് എളുപ്പമായിരിക്കും, ചിലവുണ്ടാവില്ല, കൺട്രോൾ ചെയ്യാൻ എളുപ്പമായിരിക്കും, കാരണം ഒരാൾ തന്നെ ഉള്ളതുകൊണ്ട്. ക്വിക്കർ ടാക്സ് പ്രിപ്പറേഷൻ, പെട്ടെന്ന് ടാക്സിൻ്റെ കാര്യമൊക്കെ ചെയ്യാൻ സാധിക്കും. ലെസ് പേപ്പർ വർക്ക്, അധികം പേപ്പർ വർക്കൊന്നും ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതിനുശേഷം അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് പറയുന്നത് പേഴ്സണൽ ലയബിലിറ്റി, അതായത് എന്തെങ്കിലും ബാധ്യത വന്നിട്ടുണ്ടെങ്കിൽ സ്വന്തമായിട്ട് തന്നെ ഉണ്ടാവുകയുള്ളൂ, അതിന് കുഴപ്പം അതാണ്. പിന്നെ ഡിഫിക്കൽട്ട് ടു റേസ് ക്യാപിറ്റൽ, അതിൻ്റെ ഒരു പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഒരു കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. മോർ റെസ്പോൺസിബിലിറ്റി, സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ സ്വന്തമായിട്ട് റെസ്പോൺസിബിലിറ്റി കൂടുതലായിരിക്കും. പിന്നെ ഇതിന് പ്രത്യേക എക്സ്പാൻഷന് ഒരു സൗകര്യങ്ങൾ കുറവായിരിക്കും. ഇതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജുമായിട്ട് പറയുന്നത്. സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൻ്റെ കൺക്ലൂഡ് ചെയ്തൊരു ഇതാണ്. എന്താണ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും പറഞ്ഞിട്ടുണ്ട്. ഇത്രയാണ് നമ്മുടെ ആദ്യത്തെ ബിസ് ഓർഗനൈസേഷൻസുള്ള ഒരു ഐഡിയ. അടുത്തതായിട്ട് നമുക്ക് രണ്ടാമത്തെ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനിലേക്ക് പോകാം. അതിൻ്റെ പേരാണ് പാർട്ട്ണർഷിപ്പ്. എന്താണ് പാർട്ട്ണർഷിപ്പ്? പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ആളുകൾ അവരുടെ സമ്പത്തും അവരുടെ കഴിവും അവരുടെ ജോലിക്കാര്യങ്ങളും അവരുടെ ജോലിക്കാരികളും എല്ലാവരും ഒരു ബിസിനസ്സിൽ ഉപയോഗിച്ച് പരമാവധി ലാഭം ഉണ്ടാക്കിയിട്ട് ആ ലാഭം തമ്മിൽ ഈക്വലായിട്ട് ഒരുപോലെ ഷെയർ ചെയ്യുന്നതിനെയാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഈ പാർട്ട്ണർഷിപ്പ് എത്ര തരമുണ്ടെന്ന് നോക്കാം. പ്രധാനമായിട്ടും 3 ആയിട്ടാണ് പാർട്ട്ണർഷിപ്പ് തരംതിരിക്കുന്നത്. ജനറൽ പാർട്ട്ണർഷിപ്പ്, ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പ്, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ്. ഇതിനകത്ത് ആദ്യത്തെ 2 എണ്ണമാണ് നമുക്ക് പഠിക്കാൻ ആവശ്യമുള്ളത്. മൂന്നാമത്തെ നമ്മളൊന്ന് ചെറുതായിട്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ. ആദ്യമായിട്ട് എന്താണ് ഇത് തമ്മിൽ ചെറിയ വ്യത്യാസങ്ങൾ ഇപ്പോഴത്തെ പറഞ്ഞ് നമുക്ക് അടുത്ത പോർഷനിലേക്ക് കിടക്കാം. ജനറൽ പാർട്ട്ണർഷിപ്പിൽ അതിൻ്റെ അവരുടെ പാർട്ട്നേഴ്സ് 2 പേരും, 2 ആണോ 3 ആണോ എത്ര പേരാണ്, ആ പാർട്ട്നേഴ്സ് എല്ലാവരും എന്ത് സംഭവിച്ചാലും, എന്ത് ബാധ്യത ഉണ്ടായാലും, എന്ത് നഷ്ടമുണ്ടായാലും, എന്ത് ലാഭമുണ്ടായാലും തുല്യമായിട്ട് അവർക്ക് ബാധ്യത ഉണ്ടാകുന്ന ഒന്നാണ് ജനറൽ പാർട്ട്ണർഷിപ്പ്. എന്നിരുന്നാൽ ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പിൽ ആ 2 പേരിൽ ഒരാൾ ജനറൽ പാർട്ട്ണറും ഒരാൾ ലിമിറ്റഡ് പാർട്ട്ണറും ആവും. നമുക്ക് അടുത്ത ടോപ്പിക്ക് വരുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അന്നേരം ഈ ജനറൽ പാർട്ട്ണറിന് കൂടുതൽ ബാധ്യതയും രണ്ടാമത്തെ ലിമിറ്റഡ് പാർട്ട്ണറിന് ബാധ്യത കുറവുമായിരിക്കും. ഇതാണ് മെയിനായിട്ട് തമ്മിലുള്ള വ്യത്യാസം. നമ്മളിപ്പോൾ ഫീച്ചേഴ്സ് ഓഫ് പാർട്ട്ണർഷിപ്പിലേക്ക് ആദ്യം പോവുകയാണ്. കാരണം ജനറൽ പാർട്ട്ണർഷിപ്പിൻ്റെ ഫീച്ചേഴ്സിലേക്ക് പോകുന്നത് ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പ് നമുക്ക് പിന്നീട് വരുന്നതാണ്. അപ്പോൾ ഫീച്ചേഴ്സ് ഓഫ് പാർട്ട്ണർഷിപ്പിൽ ഏകദേശം അർത്ഥങ്ങൾ സെയിം ആണെങ്കിലും ലയബിലിറ്റി, ഡെബിറ്റ്, ലാഭം, നഷ്ടം എന്നിവ സാധനങ്ങളൊക്കെ എങ്ങനെ ഷെയർ ചെയ്യുന്നു, അങ്ങനെ ആരെ ബാധിക്കും എന്നുള്ളതാണ് വ്യത്യാസമുള്ളൂ. അപ്പോൾ ഫീച്ചേഴ്സിലേക്ക് പോവുകയാണെങ്കിൽ അതിനകത്ത് നമുക്കറിയാം എന്ത് ബിസിനസ് ഓർഗനൈസേഷനും ഈ അതായത് പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഓർഗനൈസേഷനിൽ അതിൻ്റെ പാർട്ട്നേഴ്സ്, നമ്പർ ഓഫ് മെമ്പേഴ്സിൻ്റെ കാര്യം
കൃത്യമാവണം. ഇവർ തമ്മിലൊരു കോൺട്രാക്റ്റ് വെക്കണം. അതുപോലെ തന്നെ എത്രമാത്രം ഷെയറാണ് നഷ്ടമുണ്ടായാലും ലാഭം ഉണ്ടായാലും വെക്കുന്നതെന്ന് വയ്ക്കും. അതുപോലെ തന്നെ എൻ്റെ നമ്മുടെ ബാധ്യതയുടെ ലയബിലിറ്റി എന്തോരമാണ്, അതായത് ബാധ്യത എത്രമാത്രം പരിമിതപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത്, പിന്നെ അതിൻ്റെ ഷെയർ എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങൾ, അതുപോലെ ആ ഫേം എൻറോൾ ചെയ്യണത്, അതിൻ്റെ മാനേജ്മെൻറ്റ്, ഇങ്ങനെയുള്ളതൊക്കെയാണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. പിന്നെ ഞാനത് ജനറലായിട്ടങ്ങ് പറഞ്ഞു പോകുന്നുള്ളൂ. ഒന്നുകൂടെ ഓർത്താൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഐഡിയ കിട്ടും. ഞാൻ ഒന്നുകൂടെയും പറയാം. പാർട്ട്ണർഷിപ്പിൻ്റെ ഫീച്ചേഴ്സാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. എത്ര മെമ്പേഴ്സ് ഉണ്ട്, അവർ തമ്മിൽ കോൺട്രാക്റ്റ് എങ്ങനെയാണ്, അവർ ബിസിനസ് ഏത് ടൈപ്പൊക്കെയാണ്, അതിൻ്റെ പ്രോഫിറ്റും ലോസ് എങ്ങനെ ഷെയർ ചെയ്യണം, അതുപോലെ അതിൻ്റെ ബാധ്യതയുടെ പരിമിതി എന്തോരുമാണ്, പിന്നെ അതിൻ്റെ ഷെയർസ് നോൺ ട്രാൻസ്ഫറബിലിറ്റി, അത് ശരിക്കും ബാക്കിയുള്ളവർ കാണാൻ പറ്റില്ല, ഇവർ തമ്മിൽ മാത്രമായിട്ടുള്ളൊരു സെറ്റിൽമെൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഫേം എങ്ങനെ എൻറോൾമെൻറ്റ് ചെയ്യണം, അതിൻ്റെ മാനേജ്മെൻറ്റ് ആരാണ്, അതിൻ്റെ യൂസ് ഓഫ് ലൈഫ് എത്ര നാൾ നിൽക്കും എന്നൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സിൽ വരുന്നത്. അടുത്തതായിട്ട് നമുക്ക് അതിൻ്റെ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ചർച്ച ചെയ്യാം. നമുക്കൊരു ഐഡിയ കിട്ടും. അന്നേരം ഈ പാർട്ട്ണർഷിപ്പ് നമ്മൾ സോൾ പ്രൊപ്പർട്ടർഷിപ്പായിട്ട് ഒന്ന് കമ്പയർ ചെയ്താൽ അത് കുറേ ഇത് കിട്ടും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ തന്നെ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് പല ഗുണങ്ങളും ദോഷങ്ങളുണ്ട്. അതേസമയം പാർട്ട്ണർഷിപ്പ് ആകുമ്പോൾ ഉള്ള ഗുണങ്ങളും ദോഷങ്ങളും നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ പാർട്ട്ണർഷിപ്പിൻ്റെ അഡ്വാൻറ്റേജ് വരുമ്പോൾ മോർ ഫൈനാൻഷ്യൽ റിസോഴ്സ്, ഒത്തിരി അടുത്ത് നമുക്ക് സാമ്പത്തിക ഉറവിടങ്ങളുണ്ടാവും. ഷെയർഡ് മാനേജ്മെൻറ്റ്, ഒരാൾ തന്നെ നോക്കണ്ട, രണ്ടുപേരും കൂടി ഷെയർ ചെയ്യാൻ പറ്റും. ലോങ്ങർ സർവൈവൽ, കുറേ നാൾ നിൽക്കും. പ്രത്യേക സ്പെഷ്യൽ ടാക്സ് ഒന്നും ഉണ്ടാവുകയില്ല. ഇതാണ് എൻ്റെ അഡ്വാൻറ്റേജ്. മറ്റൊന്നുമായിട്ട് കമ്പയർ ചെയ്ത് ഓർത്ത് നോക്കിയാൽ മതി. അതേസമയം ഡിസഡ്വാൻറ്റേജ് വരികയാണെങ്കിൽ അൺലിമിറ്റഡ് ലയബിലിറ്റി, അതായത് ബാധ്യത ഒരു പരിമിതി ഉണ്ടാവില്ല, ഇഷ്ടംപോലെ ബാധ്യതകൾ വരാം. ഡിവിഷൻ ഓഫ് പ്രോഫിറ്റ്സ്, അതിൻ്റെ ലാഭം രണ്ട് തുല്യമായിട്ട് ഭാഗിക്കുമ്പോൾ നമുക്ക് കുറവായിരിക്കും. പിന്നെ ഡിസ്എഗ്രിമെൻറ്റ്സ് എമംഗ് പാർട്ട്നേഴ്സ്, ഈ പാർട്ട്ണർ തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ടെർമിനേറ്റ് ചെയ്യാൻ പെട്ടെന്ന് നിർത്തിപ്പോകാൻ പറ്റില്ല. അതാണ് പാർട്ട്ണർഷിപ്പിൻ്റെ ദോഷങ്ങൾ. അപ്പോൾ നമുക്കറിയാം, ഒരു ബിസിനസ് സ്വന്തമായിട്ട് തുടങ്ങുന്നതും അതുപോലെ പാർട്ട്ണർഷിപ്പ് തമ്മിലുള്ള വ്യത്യാസങ്ങൾ കറക്റ്റായിട്ട് നമുക്ക് നോക്കി അറിയാൻ പറ്റും. ഇഷ്ടംപോലെ സാമ്പത്തിക ഇത് കിട്ടും, മാനേജ്മെൻറ്റ് ഷെയർ ചെയ്യാൻ പറ്റും, കുറേ നാൾ നിൽക്കാൻ പറ്റും, സ്പെഷ്യൽ ടാക്സ് ഒന്നുമില്ല. അതേസമയം ദോഷങ്ങൾ വരുമ്പോൾ ബാധ്യത ഒരു കൃത്യമായ ലെവലുണ്ടാവില്ല, പ്രോഫിറ്റുകൾ ഭാഗിക്കപ്പെടുന്നു, അതുപോലെ തന്നെ അതിൻ്റെ പാർട്ട്നേഴ്സ് തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ ബുദ്ധിമുട്ടാവുന്നു, ഇത് പെട്ടെന്ന് നിർത്തിപ്പോകാൻ സാധിക്കില്ല. ഇങ്ങനെയൊക്കെ ദോഷങ്ങളുള്ളതാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ. ഈ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നത് മൊത്തമായിട്ടൊരു കൺക്ലൂഡ് ചെയ്തൊരു ഇതാണ്, എന്താണ് പാർട്ട്ണർഷിപ്പ് എന്ന്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതും, അതിൻ്റെ താഴെയായിട്ട് എന്താണ് ജനറൽ പാർട്ട്ണർഷിപ്പ് എന്നും എന്താണ് ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പ് എന്നും അതുപോലെ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് എന്താണെന്ന് വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. നോക്കിയാൽ മനസ്സിലാക്കും. ജനറൽ പാർട്ട്ണർഷിപ്പിൽ ഒരാൾ തന്നെയുള്ളൂ ലയബിലിറ്റി എടുക്കുന്നത്, മറ്റ് ഈക്വലായിട്ടാണ് ഒരു കൺക്ലൂഷൻ മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ജനറൽ പാർട്ട്ണർഷിപ്പ്, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ്, ഇതുകൂടാതെ തന്നെ അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും കൺക്ലൂഡ് ചെയ്ത് പറയുന്നുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. ഒരു ഐഡിയ ഓക്കെ ആണല്ലോ അല്ലേ? അടുത്ത ഫോംസ് അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ഓർഗനൈസേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ജനറൽ പാർട്ട്ണർഷിപ്പും ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പിൻ്റെ വ്യത്യാസം. അതിലെ ആ ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പാണ് ഈ ഭാഗത്ത് നമുക്ക് വരുന്നത്. അപ്പോൾ ആദ്യത്തെ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് കഴിഞ്ഞു, രണ്ടാമത്തെ പാർട്ട്ണർഷിപ്പ് കഴിഞ്ഞു, മൂന്നാമത്തെ ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചിരുന്നു എന്താണ് ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പ് എന്നുള്ളത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞെങ്കിൽ ഇതിനകത്ത് ഒന്നോ അതിലധികം ജനറൽ പാർട്ട്നേഴ്സ് ഉണ്ടാവും, അതേസമയം ലിമിറ്റഡ് പാർട്ട്നേഴ്സ് ഉണ്ടാവും. നമ്മൾ ആദ്യം പറഞ്ഞ പാർട്ട്ണർഷിപ്പിൽ എത്ര പേരുണ്ടോ അവരെല്ലാവരും തുല്യരായിരിക്കും. പക്ഷേ ഇതിനകത്ത് ഒന്നോ അതിലധികം ജനറൽ പാർട്ട്ണർ അല്ലെങ്കിൽ കൂടാതെ തന്നെ ഒന്നോ അതിലധികം ലിമിറ്റഡ് പാർട്ട്നേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇവർക്ക് എന്താണ് റോള് എന്നുള്ളത് നമുക്ക് അടുത്തതിലേക്ക് കിടക്കുമ്പോൾ പറയാം. ഇത് പാർട്ട്ണർഷിപ്പിനോട് സാമ്യമുള്ളത് തന്നെയാണ്, പക്ഷേ അതിനകത്തുള്ള പാർട്ട്നേഴ്സിൻ്റെ ഒരു കാര്യങ്ങളിലാണ് വ്യത്യാസമുള്ളൂ. ഇപ്പോൾ ഈ ഇത് ചാർട്ട് കാണിച്ചിട്ടുണ്ട്, അത് നോക്കിയാൽ നമുക്കറിയാം. ജനറൽ പാർട്ട്നേഴ്സ് ബിസിനസ് കൺട്രോൾ ചെയ്യുകയും അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ ലയബിലിറ്റി, സാമ്പത്തികമായിട്ടുള്ള ബാധ്യത പേഴ്സണലായിട്ട് അവർക്ക് ബാധിക്കുകയും ചെയ്യുന്നു.
ജനറൽ പാർട്ട്ണർഷിപ്പിൽ ആദ്യം പറഞ്ഞതിൽ. രണ്ടാമത്തെ ലിമിറ്റഡ് പാർട്ട്നേഴ്സിലാണെങ്കിൽ ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പിൽ 2 പേരുണ്ടല്ലോ, ജനറൽ പാർട്ട്നേഴ്സും ഉണ്ട്, ലിമിറ്റഡ് പാർട്ട്നേഴ്സും ഉണ്ട്. ഈ ജനറൽ പാർട്ട്നേഴ്സിന് ആദ്യം പറഞ്ഞ കാര്യങ്ങളുണ്ടാവും. പക്ഷേ ലിമിറ്റഡ് പാർട്ട്നേഴ്സിൽ ഒരു പ്രശ്നവുമില്ല, മാനേജ്മെൻറ്റ് റെസ്പോൺസിബിലിറ്റി ഇല്ല, റിസ്ക്കും ഇല്ല, ഒന്നുമില്ല. അവർ പൈസ മുടക്കിയത് മാത്രമായിരിക്കും ഉണ്ടാകുക. ആ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വേറെ ചിത്രത്തിലൂടെ കാണിച്ചു മാത്രമേ ഉള്ളൂ. ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പിൽ 2 പാർട്ട്നേഴ്സ് ഉണ്ട്, ജനറൽ പാർട്ട്നേഴ്സും ലിമിറ്റഡ് പാർട്ട്നേഴ്സും. ജനറൽ പാർട്ട്നേഴ്സിൽ മാനേജ്മെൻറ്റ് ഉണ്ടാവും, പക്ഷേ ലിമിറ്റഡ് പാർട്ട്നേഴ്സിൽ ഒരു മാനേജ്മെൻറ്റും ഉണ്ടാവില്ല. കാരണം അവരൊന്നും ചെയ്യുന്നില്ല, അവർ പൈസ മുടക്കണം മാത്രമേ ഉള്ളൂ. മറ്റുള്ള ജനറൽ പാർട്ട്നേഴ്സാണ് എല്ലാ കാര്യവും ചെയ്യുന്നതും ഇതൊക്കെ ചെയ്യുന്നതും. ഇവർ പൈസ മുടക്കുന്നു, അവരൊരു ഷെയർ എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത ഫിഗർ നോക്കിയാൽ വ്യക്തമായിട്ടുണ്ട് ജനറൽ പാർട്ട്ണർഷിപ്പും ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പിൻ്റെ വ്യത്യാസങ്ങൾ. ജനറൽ പാർട്ട്ണർഷിപ്പിലാണെങ്കിൽ പാർട്ട്നേഴ്സ് ആർ ഈക്വൽ ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി. അതായത് 2 പാർട്ട്നേഴ്സിനും 2 പേരാണെങ്കിൽ 2 പാർട്ട്നേഴ്സിനും തുല്യമായിട്ട് തീരുമാനമെടുക്കാനുള്ള അതോറിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഈച്ച് പാർട്ട്ണർ ഹാസ് അൺലിമിറ്റഡ് ലയബിലിറ്റി, പരിധിയില്ലാത്ത ബാധ്യത അവർക്കുണ്ടാവുകയും ചെയ്യും. അതേസമയം ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പിൽ പാർട്ട്നേഴ്സ് ജോയിൻ ഇൻവെസ്റ്റർ, പൈസ മുടക്കുന്ന ആൾ മാത്രമായിരിക്കും 2 പേരും. പക്ഷേ ഒരാൾക്കായിരിക്കും മേജർ റോൾ ഉണ്ടാവുള്ളൂ. ആ ഒരാൾക്ക് അതിനകത്ത് ബാധ്യതയും ഒരാൾക്കായിരിക്കും കൂടുതലുണ്ടാവുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മുകളിലത്തെ പടത്തിൽ നോക്കി അറിയാം, ലിമിറ്റഡ് പാർട്ട്ണറും ജനറൽ പാർട്ട്ണർ 2 സൈഡിൽ കാണിച്ചിട്ടുണ്ട്. നടുക്ക് അവർ 2 കൂടി എന്താവും എന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. വ്യക്തമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ജനറൽ പാർട്ട്ണർഷിപ്പും ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പും വ്യത്യാസം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുകയാണ്. നമുക്ക് അടുത്തതിലേക്ക് പോകാം. അതിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും വീണ്ടും പറയുന്നത്. ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പിൻ്റെ ഫീച്ചേഴ്സ് പറയുന്നു. ഒരു ജനറൽ പാർട്ട്ണറും ഒരു ലിമിറ്റഡ് പാർട്ട്ണറും മിക്കവാറും ഉണ്ടാവണം. ആ ജനറൽ പാർട്ട്ണർ ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, റിസ്ക് എടുക്കുക, എല്ലാ കാര്യം ചെയ്യുക. പക്ഷേ ലിമിറ്റഡ് പാർട്ട്നേഴ്സിന് ഒരു ലയബിലിറ്റിയും ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അവർ വെറുതെ ഇൻവെസ്റ്ററായിട്ടിരിക്കുന്നത് മാത്രമാണ് ഇതിൻ്റെ ഫീച്ചേഴ്സിൽ വരുന്നത്. അടുത്തതായിട്ട് നമുക്ക് അഡ്വാൻറ്റേജസിലേക്ക് പോകാം. അതിനകത്ത് പറയുന്നുണ്ട് കോൺഫിഡൻറ്റ് മാനേജ്മെൻറ്റ്, ലെസ് ഫ്രോഡ്, ലിമിറ്റഡ് ലയബിലിറ്റി, ബിസിനസ് സീക്രട്സ് ആൻഡ് ഐഡിയ, സ്റ്റേബിൾ ഫിനാൻസ്, വേർഡ് ലിമിറ്റഡ്. ഇതൊക്കെയാണ് ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പിൻ്റെ അഡ്വാൻറ്റേജസ്. അതായത് കൃത്യമായിട്ടൊരു നല്ല മാനേജർ ഉണ്ടാവും, പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ പറ്റിപ്പൊന്നുമില്ലാതെ ഉണ്ടാവില്ല. ലിമിറ്റഡ് ലയബിലിറ്റി, വലിയ പ്രശ്നങ്ങൾ, അതായത് ബാധ്യതകൾ കുറവായിരിക്കും. ബിസിനസ് സീക്രട്സ് ആൻഡ് ഐഡിയാസ്, പുതിയൊരു സീക്രട്ടുകളും ഐഡിയകളും ഉണ്ടാവും. സ്റ്റേബിൾ ഫിനാൻസ്, കൃത്യമായിട്ട് സാമ്പത്തികം വന്നുകൊണ്ടിരിക്കും. വേർഡ് ലിമിറ്റഡ്, കൃത്യമായി ലിമിറ്റഡ് ആയിരിക്കും പാർട്ട്ണർഷിപ്പിന്, ഒരു പാർട്ട്ണറിന് ലിമിറ്റഡ് ആയിരിക്കും. അതേസമയം ഇതിൻ്റെ ദോഷഫലങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാക്ക് ഓഫ് ലെൻഡർ ട്രസ്റ്റ്, അതായത് ആ പൈസ തന്നയാൾക്ക് ഒരു ചെറിയൊരു വിശ്വാസക്കുറവ് കയറി വരാൻ ചാൻസ് ഉണ്ട്. ഡെമോക്രസി, ആധിപത്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. മറ്റേ പാർട്ട്ണറോട് നമ്മൾ ചോദിച്ചിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നോ യൂസ് ഓഫ് ക്രിയേറ്റീവ് മൈൻഡ്സ്, നമ്മുടെ ക്രിയേറ്റീവ് മൈൻഡ്സിനെ ചിലപ്പോൾ യൂസ് ചെയ്യുന്നില്ല. കാരണം ക്രിയേറ്റിവിറ്റി ഒരാൾക്കുണ്ടാവും, മറ്റേയാൾക്കുണ്ടാവും. പക്ഷേ അപ്പോൾ 2 ഉപയോഗിക്കാൻ സാധിക്കില്ല. രജിസ്ട്രേഷൻ കമ്പൽസറിയാണ്, കാരണം ഈ പാർട്ട്ണർഷിപ്പുകളിൽ കമ്പൽസറിയാണ്, അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടാവാൻ സാധ്യതയുണ്ട്. ഏജൻറ്റ് ഓഫ് പാർട്ട്ണർഷിപ്പ്, അതിൻ്റെ ഏജൻറ്റിനെ കുറിച്ചും കാര്യങ്ങളും പറയുകയാണ്. ഇത്രയാണ് ഇതിൻ്റെ ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. അടുത്തത് നമ്മൾ ഈ മൂന്നാമത്തെ ഒരു പാർട്ട്ണർഷിപ്പിൻ്റെ കാര്യം പറഞ്ഞു. അത് ചുമ്മാ എന്താണെന്ന് പറഞ്ഞു മാത്രമേ ഉള്ളൂ, നമുക്ക് വലിയ ഇമ്പോർട്ടൻസ് ആയിട്ട് വന്നില്ല. LLP, അതായത് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ്, അതൊരു പുതിയതായിട്ട് വന്നൊരു കാര്യമാണത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ പാർട്ട്ണർഷിപ്പും അതുപോലെ തന്നെ ഒരു ഹൈബ്രിഡ് ഓഫ് എ കമ്പനി, അതായത് കുറച്ച് നല്ല ലീഗൽ എൻറ്റിറ്റിയും അതൊക്കെ ആയിട്ട് കൂടി വരുന്ന ഒരു പ്രത്യേകതരം ഒരു പാർട്ട്ണർഷിപ്പാണ് പറയുന്നത്. ആ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ പാർട്ട്ണർഷിപ്പ് ഫേമും ഈ പറഞ്ഞ ഫേമും ഹൈബ്രിഡ് ഓഫ് എ കമ്പനിയും കൂടി ഒന്നിച്ച് വരുന്ന പേരാണ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ്.